നമസ്കാരം. ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം. യുദ്ധക്കൊതിയനായ നെതന്യാഹുവിന് കിട്ടിയ തിരിച്ചടിയൊന്നും പോരാ എന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. പട്ടിണിപ്പാവങ്ങളെ വരെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഭീകരമായ യുദ്ധമുറകളാണ് നെതന്യാഹു ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിനായി സഹായ വിതരണ കേന്ദ്രത്തിലെത്തുന്ന ഗസയിലെ സാധാരണക്കാരുടെ നേർക്ക് വെടിയുതിർക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. എന്നാൽ അതിന് പിന്നിൽ ഹമാസും ഗസയിലെ ജനങ്ങൾ തന്നെയാണെന്ന കാരണമാണ് ഇസ്രയേൽ പലപ്പോഴായി ബാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ കള്ളങ്ങളൊക്കെ പൊളിച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യം തന്നെ ഇപ്പോൾ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സഹായ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം പലസ്തീനികൾക്കെതിരെ സൈന്യം മനഃപൂർവ്വം വെടിയുതിർത്തതായാണ് ഇസ്രയേലി സൈനികർ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു നേരത്തെ ആഹാരത്തിനായി എത്തിയ ജനങ്ങൾക്കെതിരെ വെടിയുതിർക്കാൻ കമാൻഡർമാർ ഉത്തരവിട്ടതായാണ് സൈന്യം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗസയിൽ ഇസ്രയേൽ സൈന്യം എല്ലാ ധാർമ്മികതയും ലംഘിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇസ്രയേൽ സൈനികൻ തന്നെ ഇപ്പോൾ വെട്ടിത്തുറന്ന് പറയുന്നത്. സഹായ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 549 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 4000-ലധികം പേർക്ക് പരിക്കുമുണ്ട് എന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. അതേസമയം കൊല്ലപ്പെട്ടവരുടെ യഥാർത്ഥ കണക്കുകൾ IDF ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്കൊടുവിൽ മെയ് അവസാനത്തോടെയാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സഹായ വിതരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. ഗസയിൽ 4 ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്. IDF തന്നെയാണ് ഈ കേന്ദ്രങ്ങൾക്ക് സുരക്ഷ ഒരുക്കിയത്. അതേ സുരക്ഷ ഒരുക്കുന്നവർ തന്നെയാണ് ഇവിടെ ആക്രമണവും അഴിച്ചുവിടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ കേന്ദ്രങ്ങൾക്ക് സമീപം ഇതുവരെയായി 19 വെടിവെപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. ഇവ ആവർത്തിക്കുമ്പോഴും ഇതിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായി ആരും വെളിപ്പെടുത്തുന്നതുമില്ല. 1 മണിക്കൂർ പ്രവർത്തിക്കുന്ന സഹായ വിതരണ കേന്ദ്രങ്ങൾ തുറക്കുന്നതിന് മുൻപും അതിനുശേഷം കൂടി നിൽക്കുന്നവർക്കുമെതിരെയുമാണ് വെടിയുതിർക്കുന്നത്. ഇതൊരു കൊലക്കളമാണെന്നും താൻ നിലയുറപ്പിച്ച സ്ഥലത്ത് എല്ലാ ദിവസവും 1 മുതൽ 5 വരെ ആളുകൾ കൊല്ലപ്പെടുകയായിരുന്നുവെന്നും അവരെ ഒരു ശത്രു സൈന്യത്തെ പോലെയാണ് പരിഗണിക്കുന്നതെന്നും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ നടപടികളില്ലെന്നും തത്സമയം വെടിവെപ്പ് മാത്രമാണ് ഇവിടെയെന്നും ഇസ്രയേൽ സൈനികരുടെ ആശയവിനിമയം തന്നെ ഇപ്പോൾ വെടിവെപ്പ് ആണെന്നാണ് ഇസ്രയേൽ സൈനികൻ തന്നെ ഇപ്പോൾ വളരെ സങ്കടത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കൊടും ക്രൂരതകൾ ചെയ്യാൻ മാത്രം ഗസയിലെ സാധാരണ ജനങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? നെതന്യാഹുവിന്റെ യുദ്ധക്കൊതി തീർക്കുന്നതിന് വേണ്ടിയുള്ള വെറും സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഗസ. പക്ഷെ നെതന്യാഹു ഒന്നോർത്തോളൂ, ഈ പ്രവർത്തികളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ഇപ്പോൾ ഗസയിൽ ഹമാസ് ഉണ്ടെന്നത്. അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ തിരിച്ചടികൾ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്നും ലോകത്തിന് അറിയാം.